അഖിൽ മാരാറുടെ അറസ്റ്റ് കേരള ഹൈക്കോടതി തടഞ്ഞു. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് അഖിൽ മാരാറിന്റെ കേസ് പരിഗണിക്കുന്നത്. കൊട്ടാരക്കര പോലീസ് എടുത്ത രാജ്യദ്രോഹ കുറ്റകരമായ കേസാണിത്. ഇപ്പോഴത്തെ BNS 152 പ്രകാരമാണ്, ഒരു വകുപ്പാണ്, ഒറ്റ വകുപ്പനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അവിടുത്തെ BJPയുടെ ഭാരവാഹി ആണ് അഖിൽ മാരാറിനെതിരായി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായി. ഹൈക്കോടതി ഇത് പരിശോധിക്കുമ്പോൾ രാജ്യത്തോട് വെറുപ്പ് കാണിച്ചിട്ടുണ്ടോ, വിദ്വേഷം കാണിച്ചിട്ടുണ്ടോ, രാജ്യത്തിന് എതിരായി പറഞ്ഞിട്ടുണ്ടോ, രാജ്യത്തിനോട് ഡിസഫെക്ഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 152 BNS പ്രകാരം ഹൈക്കോടതി നോക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വന്ന അതിലെ ഡയലോഗുകൾ അതൊക്കെ അത് വന്നതിന് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് വന്നു, അത് വെച്ചിട്ടാണ് കേസ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അത് പിൻവലിക്കുകയും ചെയ്തു. അതിപ്പം ലൈവ് അല്ല. പക്ഷെ ഈ 3 കാര്യങ്ങൾ രാജ്യത്തിനോട്, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായ വിദ്വേഷം, വെറുപ്പ്, അപക്ഷനില്ലാതെ വരിക, ഇങ്ങനെയുള്ള വാക്കുകൾ അതിനകത്തുണ്ടോ? അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പം കാണുന്നത്. അതേസമയത്ത് ഈ കേസിനെ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങള് രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷന്, ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ അവരുടെ അഡ്മിനിസ്ട്രേഷന് എതിരായിട്ടുള്ള സംസാരമാണെങ്കിൽ ഈ കേസ് നിലനിൽക്കത്തില്ല. കാരണം 152 BNS നിൽക്കത്തില്ല. ഇന്ത്യൻ പീനൽ കോഡിലെ 124A ആണ്, പഴയ A ആണ്. അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇന്ത്യയുടെ ജനങ്ങളോട് വെറുപ്പും എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ, ഇന്ത്യയുടെ ഏതെങ്കിലും വിദ്വേഷ വാക്കുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, അതിനുള്ള സാധ്യതകൾ വിരളമാണെന്ന് തോന്നുന്നു. അഖിൽ മാരാറ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ വിശകലനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഹൈക്കോടതി കൊടുത്ത ആ വിശദീകരണത്തില്, ആ ഡിഫൻസില് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണം, അതിനെ രാഷ്ട്രീയപരമായി വിമർശിക്കാൻ, ഇന്ത്യയെ ഭരിക്കുന്ന BJPയെ വിമർശിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ട്. അതിനെയൊന്നും ഒരു രാജ്യദ്രോഹമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയെ അവമാനിക്കുന്ന രീതിയിൽ വ്യക്തമായ ഇന്ത്യക്കെതിരായി പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം ഹൈക്കോടതി നോക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ 152 BNS നിലനിൽക്കത്തില്ല. എന്നാൽ ഇത് വളരെ കൃത്യമായി നോക്കുന്ന ഒരു ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹം എല്ലാം നന്നായിട്ട് വിശകലനം ചെയ്യും. ബിച്ചു കുര്യൻ തോമസിന്റെ പിതാവ് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മകനാണ് ബിച്ചു കുര്യൻ തോമസ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് താത്വികമായി നോക്കിയിട്ടാണ് വിധി പറയുന്നത്. അദ്ദേഹം പല കേസിലും നമുക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ തന്നെ വന്നതുകൊണ്ട് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി വിശകലനം ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ഒരു ഈ അഖിൽ മാരാറിന് അനുകൂലമായ എന്തോ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം തൽക്കാലം ജാമ്യം, അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഡിലീറ്റ് ചെയ്ത ആ ഭാഗം, അത് ആ കേസിന്റെ കൊട്ടാരക്കര പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവും. അതിനകത്ത് രാഷ്ട്രീയപരമായി ഇന്ത്യ ഭരിക്കുന്ന ആരെങ്കിലും വിമർശിച്ചാൽ അത് യാതൊരു കുറ്റവുമില്ല, അത് രാജ്യദ്രോഹ പ്രവർത്തനമല്ല. അതുകൊണ്ട് BJP ഗവൺമെന്റിനെതിരായിട്ട് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം നിൽക്കത്തില്ല. അഖിൽ മാരാറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഡിഫൻസ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയുടെ പേര് തന്നെ ഒരു താത്വിക അവലോകനം എന്നാണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ അഖിൽ മാരാർ പറയും. ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ യോഹനൻ എന്നാണ് പ്രൊഡ്യൂസർ. എല്ലാ കാര്യങ്ങളും താത്വികമായി ചിന്തിക്കുകയും വിശകലനം ചെയ്യാൻ ഒരു
ഒരു ദോരയുള്ള വ്യക്തി തന്നെയാണ് ഈ പ്രതിയായിട്ട് വന്നിട്ടുള്ള അഖിൽ മാരാർ. അദ്ദേഹത്തിന്റെ ബിഗ് ബോസിനകത്ത് അവിടെ അദ്ദേഹം വിൻ ചെയ്ത് വന്നു. 50 ലക്ഷം രൂപ അന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എല്ലാ കാര്യത്തിലും വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാൾ തന്നെയാണ് അഖിൽ മാരാർ. അത് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തിന്റെ ആ സിനിമയുടെ ടൈറ്റിൽ തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കും. സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പ്രസ്താവന നടത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? മാധ്യമങ്ങളുടെ ദേശപ്രസ്ഥാനം നടത്താൻ സാധിക്കില്ല എന്നാണ് കരുതുന്നത്. കാരണം അങ്ങനെ ഒരു സിനിമയുടെ എൻഡിങ് അത് തന്നെയാണ്, ഒരു താത്വിക അവലോകനം തന്നെയാണ്. അപ്പം വാക്കുകളുടെ വില എന്താണെന്ന് അഖിൽ മാരാറിന് അറിയാം, അതെങ്ങനെ പ്രയോഗിക്കണമെന്നും അറിയാം. അതൊരിക്കലും വഴിതിരിഞ്ഞു പോയ രാജ്യദ്രോഹത്തിന്റെ ആ ഒരു ഡെഫിനിഷനകത്ത് വരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതിന്റെ സെക്ഷന്റെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ. 152 BNS പരിധിയിലെ ഇത് വരുമോ, അതിന്റെ ഇൻഗ്രീഡിയൻസിനകത്ത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ചെന്ന് കയറുമോ, അതിന് വ്യക്തതയില്ല. എങ്കിലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു തൽക്കാലത്തേന് അറസ്റ്റ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിന് പോലീസിന് അതിന്റെ മേൽ നടപടിയൊന്നും തൽക്കാലം എടുക്കാൻ കഴിയില്ല. ഇനി വരുന്നത് മിക്കവാറും ആ കോടതിയുടെ ഒരു തീരുമാനം വരുന്നിടം വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുവരെ അഖിൽ മാരാർ സുരക്ഷിതരാണ്. അദ്ദേഹത്തിന്റെ ആ സോഷ്യൽ മീഡിയ വന്ന ആ പോസ്റ്റിങ് അത് നമ്മൾ കണ്ടിട്ടില്ല, കാണാനുള്ള അവസരം കിട്ടില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് പോലീസ് എടുത്തിട്ടുണ്ടാവും. അത് ആ കേസിന്റെ ഒപ്പം ഹൈക്കോടതി കൊടുത്ത കേസ് ഫയലിന്റെ കൂടെ ആ FIR കോപ്പി ഉണ്ടാവും, അതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് അകം ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാവും. ഹൈക്കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് അടുത്ത പോസ്റ്റിംഗില് അതിന്റെ ഹൈക്കോടതിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും.